ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ സഭകളിലൂടെ സമൂഹത്തിൽ വ്യാപരിക്കുന്നത് കാണാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്നൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വൈവിധ്യതകൾ കൊണ്ട് നിറഞ്ഞതായ ഒരു നാടാണ്. വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ സംസ്കാരം, വിശ്വാസം, ജീവിത രീതി, ഭക്ഷണക്രമം, ആചാരങ്ങൾ, ഇങ്ങനെ പോകുന്നു വൈവിധ്യതകൾ. അതുപോലെ തന്നെ പ്രകൃതിയുടെ കാര്യത്തിലും ഭൂപ്രകൃതിയിലും വളരെയധികം വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടെ ഭാരത രാജ്യം. ഇതൊരു ഭാഗത്ത് വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ഓർക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയൊക്കെ പേരിൽ തമ്മിലടിക്കുന്നതായ വൈരാഗ്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഉപദ്രവങ്ങളൊക്കെ നടത്തുന്നതായിട്ടുള്ള ഒരു സമൂഹത്തെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് വാസ്തവത്തിൽ ആശങ്ക ഉളവാക്കുന്നതായ ഒരു സംഗതി തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വേർതിരിവുകൾ നമ്മൾ കാണുന്നത് മതത്തിൻ്റെ പേരിലാണ്. ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഇതൊരു ഹൈന്ദവ രാജ്യമായതുകൊണ്ട് തന്നെ ഇതിനെ മുഴുവനായി ഇതിനെ ഹൈന്ദവവൽക്കരിക്കണമെന്നും മറ്റുള്ള ആളുകളെല്ലാം ഈ ഭാരതം വിട്ടു പോകണമെന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾ. വേറെ ചില ആളുകൾ പറയുന്നു ഈ രാജ്യം ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റണം, അതിന് വേണ്ടുന്നതായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഭീകരപ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് അങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനായി കഴിയും. ഈ രണ്ട് കൂട്ടരുടെയും മധ്യത്തിൽ ഭാരതത്തിൽ ഏതാണ്ട് 140 കോടിയോളം വരുന്നതായിട്ടുള്ള ജനങ്ങളെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് മാത്രമേ ഞങ്ങളുടെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കൂ എന്ന് ചിന്തിച്ചുകൊണ്ട് തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്കെങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ പ്ലൂറാലിറ്റി, കോമൺ ഹ്യൂമാനിറ്റി ആൻഡ് ഫെയ്ത്ത് ഷെയറിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ യോനയുടെ പുസ്തകം 4-ാം അധ്യായവും പുതിയ നിയമത്തിനകത്ത് മത്തായി സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളും ലേഖന ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ഷണ്ണനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഭാഗവും നമുക്ക് ധ്യാനിക്കാനായിട്ട് നൽകിയിരിക്കുകയാണ്. ഈ 3 വേദഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു 3 ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വൈവിധ്യതകളുടെ നടുവിലെ മതാത്മീയതയെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഇന്നത്തെ ഒരു ചുറ്റുപാട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മീയതയെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളാണ് ആളുകൾ വച്ചു പുലർത്തുന്നത്. ചിലരൊക്കെ ദൈവം എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാണ്, അവരുടേതായിട്ടുള്ള ഒരു കുടുംബ സ്വത്തായിട്ട് ഈ ദൈവത്തെ കൊണ്ടു നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവർ പറയുന്നതായിട്ടുള്ള സംഗതി, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണം, ഞാൻ ചോദിക്കുന്നതെല്ലാം തരണം, എൻ്റെ അയൽക്കാരൻ്റെ പ്രാർത്ഥന കേൾക്കരുത്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുകയാണെങ്കിൽ ഈ ദൈവത്തോട് അനിഷ്ടം കാണിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഇന്നത്തെ പഴയ നിയമ പാഠഭാഗമായ യോനയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യോനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യോനയ്ക്ക് അത് അനിഷ്ടമായി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് യോനയ്ക്ക് അനിഷ്ടമായത്? യോനയുടെ പുസ്തകം 3-ാം അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം ഈ നിനവയിലുള്ള ജനങ്ങൾ ഈ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് മനം തിരിഞ്ഞു എന്ന് കണ്ടിട്ട് അവരുടെ പാപത്തെ ദൈവം ക്ഷമിക്കുകയും അവരുടെ ദേശത്തിനും അവർക്കും വരുത്തുമെന്ന് പറഞ്ഞതായിട്ടുള്ള അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അവർക്ക് ആ അനർത്ഥം വരുത്തിയില്ല. ഇത് മനസ്സിലാക്കിയതായിട്ടുള്ള യോന ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പെറുപെറുത്ത്
ദൈവത്തോട് ചോദ്യം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റം ആരോപിക്കുന്നതാണ് നമ്മൾ ഈ 4-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് യോനയ്ക്ക് ഈ അനിഷ്ടം തോന്നിയത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, യോന അവിടെ പറയുകയാണ്, നീ പാപികളുടെ പ്രാർത്ഥന കേട്ട് അനുതപിക്കുന്ന ദൈവമാണെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നിനവയിലേക്ക് പോകാതെ തർസീസിലേക്ക് പോയത്. അപ്പോൾ ദൈവം ഈ പാവപ്പെട്ട ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞതായിട്ടുള്ള അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചത് യോനയ്ക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനായിട്ട് കഴിയുമായിരുന്ന ഒരു സംഗതിയായിരുന്നില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, 4-ാം അധ്യായത്തിനകത്ത് ദൈവം തമ്പുരാൻ യോനയ്ക്കൊരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കുകയാണ്. ആ ആവണക്കിൻ്റെ ചുവട്ടിൽ ഈ നിനവെ പട്ടണത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായിട്ട് ഈ യോന കാത്തിരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ആ ആവണക്കിന് ഒരു പുഴുവിനെ അയച്ച് കുത്തിക്കളഞ്ഞ് അതിനെ നശിപ്പിക്കുകയാണ്. അങ്ങനെ തനിക്ക് സുഖമായിരുന്നത്, അല്ലെങ്കിൽ തനിക്ക് സന്തോഷവും സുരക്ഷിതത്വവും നൽകിയതിനെ ദൈവം തമ്പുരാൻ എടുത്തു കളഞ്ഞു എന്ന് കണ്ടപ്പോൾ യോനയുടെ ഹൃദയത്തിനകത്ത് അനിഷ്ടമുണ്ടായി. അവൻ്റെ ഹൃദയം സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞതായിരുന്നത് കൊണ്ട് തന്നെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിറുപിറുക്കുകയും അവൻ ദൈവത്തെ കുറ്റം പറയുകയും ചെയ്യുന്നത് നമുക്കവിടെ കാണാം. യോന വാസ്തവത്തിൽ ഒരു നല്ല പ്രവാചകനായിരുന്നു. അതുകൊണ്ടാണല്ലോ ദൈവം തമ്പുരാൻ യോനെ നിനവയിലേക്ക് അയക്കുകയും ദൈവത്തിൻ്റെ ദൂത് വിളിച്ചു പറയാനായിട്ട് കൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ യോനയുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് യോനയുടെ ഹൃദയം എന്ന് പറയുന്നത് ഇടുങ്ങിയതായിരുന്നു. അവൻ്റെ മത ആത്മീയത എന്ന് പറയുന്നത് വളരെ വികലമായ, ചുരുങ്ങിയതായ, അയൽക്കാരൻ്റെ നന്മ കാണാൻ മനസ്സില്ലാത്തതായ ഒരാത്മീയതയായിരുന്നു യോനയുടെ ആത്മീയത എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതായത് ഇസ്രായേലിന് പുറത്ത് ഒരു സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ രക്ഷ നൽകുക എന്ന് പറയുന്നത് ഇസ്രായേല്യരെ സംബന്ധിച്ച്, യോനയെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം അവർ ദൈവത്തെ തങ്ങളുടെ സ്വന്തം ദൈവമായും തങ്ങളുടെ ജനത ദൈവത്തിൻ്റെ സ്വന്തം ജനതയായും അവർ കാണുകയും ബാക്കിയുള്ളവരെല്ലാം വിജാതീയരായ ആളുകളാണ്, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിന് അവകാശപ്പെട്ടവരല്ല എന്ന് ചിന്തിച്ചതായ ആളുകളായിരുന്നു. ഇത് യോനയുടെ കാലത്ത് മാത്രമല്ല, യേശുവിൻ്റെ കാലത്തിലും ഈ കൂട്ടരുണ്ടായിരുന്നു. ഇന്നും ആളുകൾ ഈ കൂട്ടത്തിലുള്ളവരുണ്ട്. പക്ഷെ നമ്മൾ യേശു ക്രിസ്തുവിനെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ യേശുവിൽ കാണുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത, വഴിത്തലയ്ക്കൽ അർത്ഥപ്രാണനായി കിടക്കുന്നതായിട്ടുള്ള മനുഷ്യനെ കണ്ടപ്പോൾ അവൻ ശത്രുവാണോ അവൻ മിത്രമാണോ എന്നൊന്നും നോക്കാതെ, അവൻ എൻ്റെ സഭാവിഭാഗക്കാരനാണോ എൻ്റെ പള്ളിക്കാരനാണോ എൻ്റെ ഗ്രൂപ്പുകാരനാണോ എന്നൊന്നും നോക്കാതെ അവനെ എണ്ണ പുരട്ടി ശമിപ്പിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി അവനെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നതായ ഒരു ദൈവത്തെയാണ്, ഒരു ക്രിസ്തുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. ഒരിക്കൽ യേശു കർത്താവ് ഒരു ഗ്രാമത്തിൽ ചെന്ന് തൻ്റെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു, കർത്താവെ നീ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ഇടയിൽ പാർക്കണമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും പോയി സുവിശേഷം അറിയിക്കേണ്ടതിന് ആണ് എന്നെ ദൈവം അയച്ചിരിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി മാത്രമല്ല ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നതെന്നും മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കും വിമോചനത്തിനും അവരെല്ലാവരും രക്ഷയും സന്തോഷവും അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടും കൂടെയാണ് യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്ന് യേശു ആ വാക്കുകളിലൂടെ പ്രസ്താവിക്കുകയാണ്. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ആത്മീയത നമുക്കുണ്ടോ? നമ്മുടെ അയൽക്കാരനൊരു നന്മ വരുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ, നമ്മുടെ സഭയിലുള്ള ഒരു വിശ്വാസിക്ക് ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ
നമുക്ക് മനസ്സുള്ള ഒരു ഹൃദയമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യം. അതോ ദൈവം എൻ്റേത് മാത്രമായിരിക്കണം, ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ മാത്രമായിരിക്കണം, ദൈവം എൻ്റെ നിലവിളി മാത്രമേ കേൾക്കാവൂ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു ആത്മീയതയാണ് നമുക്കുള്ളത് എങ്കിൽ നിശ്ചയമായും നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ഇടുങ്ങിയ ആത്മീയതയാണ്. അത് വെറുമൊരു മത ആത്മീയതയാണ്. അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാനായി കഴിയാതിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഞാൻ ഇതിനോട് ചേർന്ന് രണ്ടാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള മറ്റൊരാശയം എന്ന് പറയുന്നത് കരുണയോടെ തിരഞ്ഞെടുക്കുകയും കരുണയില്ലാതെ തിരസ്കരിക്കുകയും ചെയ്യുന്നതായ വൈവിധ്യത. എ merciful selection but a merciless rejection in the midst of plurality. വൈവിധ്യതകളുടെ മധ്യത്തിൽ കരുണയോടെ മനസ്സലിയോടെ തിരഞ്ഞെടുക്കുന്നു, എന്നാൽ ഏതൊരു മനസ്സലിയും ഇല്ലാതെ തിരസ്കരിച്ച് കളയുന്ന ഒരാത്മീയതയെ, ഒരനുഭവത്തെ നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ക്ഷണിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ ഒരു ആശയം വിശദീകരിക്കാനായി വിശുദ്ധ മത്തായി വളരെ ഭംഗിയായി ശ്രമിക്കുകയാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യയ്ക്ക് ഒരുക്കിയ ഒരു യജമാനൻ്റെ ഉപമയാണ്. ഈ ഉപമയ്ക്കകത്ത് 3 കൂട്ടം ആളുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് മുൻകൂട്ടി ക്ഷണം ലഭിച്ചതായിട്ടുള്ള ആളുകളാണ്. ഈ ആളുകൾക്ക് ഇങ്ങനെ ഈ യജമാനൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നു: എൻ്റെ വിരുന്നൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും ക്ഷണിക്കപ്പെട്ടതായ എല്ലാ ആളുകളും വരണം എന്ന് ആളയച്ച് പറയിക്കുമ്പോൾ ആ ക്ഷണിക്കപ്പെട്ട, മുൻകൂട്ടി ക്ഷണിക്കപ്പെട്ടതായ ആളുകൾ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവരുടെ ബിസിനസ്സിലേക്കും അവരുടെ പാടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ ശാലകളിലേക്കും ഒക്കെ പൊക്കളയുകയാണ്. അപ്പോൾ ക്ഷണിക്കപ്പെട്ടതായിട്ടുള്ള ഈ ആളുകൾ, ഈ അതിഥികൾ വരാത്തത് കൊണ്ട് ആ യജമാനന് കോപം ജ്വലിക്കുകയും യജമാനൻ തൻ്റെ സൈന്യത്തെ അയച്ച് ഈ ആളുകളെല്ലാം നിഗ്രഹിച്ച് കളയുകയും ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ ഈ മുൻകൂട്ടി ക്ഷണിക്കപ്പെട്ടവരെന്ന് പറയുന്നത് യഹൂദന്മാരായ ആളുകളെയാണ്. അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. പക്ഷേ അവർ ദൈവത്തിൻ്റെ വിളിയെയും ദൈവത്തിൻ്റെ ആലോചനയെയും അവർ തിരസ്കരിച്ച് കളഞ്ഞിട്ട് അവർ അവരുടേതായ കാര്യങ്ങളിൽ പോകുന്നതായിട്ടുള്ള ആളുകളാണ്. ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെ കാണാനായിട്ട് കഴിയും. പല ആളുകളും അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സാണ്, അവരുടെ തൊഴിലാണ് അവർക്ക് പ്രയോറിറ്റി ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ ക്ഷണങ്ങൾ, ദൈവം അവർക്ക് തിരുവചനത്തിലൂടെ ആലോചനകൾ നൽകുമ്പോൾ അവർ ഈ വചനങ്ങളെല്ലാം തിരസ്കരിച്ച് കളഞ്ഞിട്ട് അവരുടെ സ്വന്തം വഴികളിലേക്ക്, ബിസിനസ്സിലേക്ക്, സമ്പത്തിലേക്ക്, സ്ഥാനമാനങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പോയിട്ട് യേശു ക്രിസ്തുവിന് യാതൊരു വിധമായ പ്രാധാന്യവും നൽകാതെ ക്രിസ്തുവിൻ്റെ വാക്കുകളെ തിരസ്കരിച്ച് കളയുന്നതായിട്ടുള്ള ആളുകളാണ് നമ്മൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞാൽ ഈ തിരസ്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആലോചനയെ കൈക്കൊള്ളാതെ അതിനെ വിട്ടുകളയുന്നതായിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ, വിശ്വാസ സമൂഹം ധാരാളം ഉണ്ട്. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു സമൂഹമാണ്. അവരെ നമുക്ക് വേണമെങ്കിൽ ജാതികളായ ആളുകളെന്ന് പറയാനായിട്ട് പറ്റും. ഇവരാരാണ്? ഈ ക്ഷണിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ ആ വിരുന്നിന് രാജാവിൻ്റെ ഭവനത്തിലേക്ക് പോകാതിരുന്നപ്പോൾ രാജാവ് തൻ്റെ ദാസന്മാരെ അയച്ച് പറയുകയാണ്: നിങ്ങൾ കണ്ട വഴിത്തലയ്ക്കലെല്ലാം ചെന്ന് കാണുന്നവരെല്ലാവരെയും നിങ്ങൾ ഈ വിരുന്നിന് വേണ്ടി ക്ഷണിക്കുവിനെന്ന് പറഞ്ഞ് അങ്ങനെ ഈ ദാസന്മാർ പോയി വഴിത്തലയ്ക്കൽ കണ്ടവരെയും
സ്തോത്രം, കേട്ടവരെയും ഒക്കെ ഈ വിരുന്നുശാലയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരാരാണ്? ഇവരൊരു യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട്, അയോഗ്യരായിട്ടുള്ള ആളുകളുണ്ട്, നല്ലവരായ ആളുകളുണ്ട്, ദുഷ്ടന്മാരായ ആളുകളുണ്ട്, നല്ല ഫലം കായ്ച്ചവരുണ്ട്, പതിരായിട്ടുള്ള ആളുകളുണ്ട്, കടലിലെ വല വീശുന്നതായിട്ടുള്ള വലയ്ക്കകത്ത് കയറിയ നല്ല മീനിനോടും മോശമായിട്ടുള്ള മത്സ്യത്തോടും അതിനെ ഉപമിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, കൃപയാൽ വിളി ലഭിച്ചവരാണ് പുതിയ നിയമ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് നമ്മുടെ യോഗ്യതകൾ നോക്കിയിട്ടല്ല, നമ്മുടെ പാരമ്പര്യം നോക്കിയിട്ടല്ല, നമ്മുടെ കുടുംബ മഹത്വം നോക്കിയിട്ടല്ല, മറിച്ച് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് കൃപയാലാണ്. കൃപയാലാണ്. ഇന്ന് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് എൻ്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് പറയാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, 1992 ജൂലൈ മാസം 6-ാം തീയതി എൻ്റെ ദൈവം എന്നെ തിരുവനന്തപുരം കണ്ണാശുപത്രിക്കകത്ത് തേടി വന്ന് കർത്താവിൻ്റെ ഒരു പൈതലാക്കി ദൈവം എന്നെ മാറ്റിയതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് എൻ്റെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത് അവൻ്റെ വേലയ്ക്ക് വേണ്ടി, അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നെ നിയോഗിക്കുകയായിരുന്നു എന്നതാണ്. ഇന്നൊരുപക്ഷെ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ നമ്മിൽ പല ആളുകളുടെയും അനുഭവം ഇതായിരിക്കും. നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ വിളി ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഒരുപക്ഷെ നമുക്ക് പറയത്തക്കതായിട്ടുള്ള യോഗ്യതകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ തിരസ്കരിച്ച് കളയരുതേ എന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഉപമയിൽ കാണുന്ന മൂന്നാമതൊരു കൂട്ടരെന്ന് പറയുന്നത് അതായത് വിവാഹ വസ്ത്രം ഇല്ലാതെ ഈ വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുന്നതായ ആളുകളാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് യജമാനൻ്റെ മേശയിൽ വിളമ്പുന്നതായ, ഭക്ഷണമേശയിൽ വിളമ്പുന്നതായ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ യജമാനൻ തരുന്നതായ ആ വിശേഷമായ വസ്ത്രം ധരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ യേശുവിലൂടെ ലഭിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിലൂടെ ലഭിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും വേണം, എന്നാൽ യേശുവിലൂടെ ലഭ്യമാകുന്നതായ നീതിയുടെ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാൻ അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളത് ഒരു വലിയ വേദനയാണ്. പക്ഷെ നമ്മൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കണം. ഈ വിരുന്നുശാലയിലേക്ക് പ്രവേശിച്ചതായ വിവാഹ വസ്ത്രമില്ലാത്ത ഈ മനുഷ്യനോട് യജമാനൻ ചോദിക്കുകയാണ്, സ്നേഹിത, നീ എങ്ങനെയാണ് വിവാഹ വസ്ത്രമില്ലാതെ ഈ വിരുന്നുശാലയിലേക്ക് പ്രവേശിച്ചത്? അവൻ്റെ വാക്ക് മുട്ടിപ്പോയി. അവൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയാനായിട്ട് ആ യജമാനൻ കൽപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിരുന്നുശാലയിൽ പ്രവേശനം ലഭിക്കുന്നത് ആർക്കാണ്? ക്ഷണിക്കപ്പെട്ടതായ എല്ലാവർക്കുമല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു കൂട്ടം ആളുകൾക്കുള്ള, സ്തോത്രം, ഭാഗ്യകരമായിട്ടുള്ള ഒരു പദവിയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവരുണ്ട്, ക്രിസ്തേതരരായിട്ടുള്ള ആളുകളുണ്ട്, സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളാണെന്നും ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണമേ, ഈ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ക്രിസ്തീയ സഭയ്ക്കകത്തായിരിക്കുന്ന എല്ലാ ആളുകൾക്കും യജമാനൻ്റെ വിരുന്ന് സൽക്കാരത്തിന് ഭാഗ്യം കിട്ടുന്നവരല്ല. അവരാരാണ്? അങ്ങനെ ഭാഗ്യം ലഭിക്കുന്നവർ വാസ്തവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ആളുകളുടെ കൂട്ടത്തിലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ക്ഷണിക്കപ്പെട്ടവർ അനേകരാണെങ്കിൽ തന്നെയും അത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഞാനും ഉണ്ടാകണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് കൃപയാൽ ലഭിച്ചിരിക്കുന്ന ആ വിളിയെ, ആ തിരഞ്ഞെടുപ്പിനെ നമ്മൾ ഒരിക്കലും അലക്ഷ്യമാക്കി കളയാനായിട്ട് പാടില്ല. അയോഗ്യരാണ്, കുറവുകൾ നമുക്കുണ്ട്.
വീഴ്ചകളുണ്ട്, പരാജയങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കോണം, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ലഭിക്കുന്ന നീതിയുടെ വസ്ത്രം ധരിച്ചാണ് ഞാൻ ആ വിരുന്നുശാലയിൽ എൻ്റെ യജമാനനോടൊപ്പമായിരിക്കേണ്ടതെന്നും ആ യജമാനനോടൊപ്പം ഒരുമിച്ച് എനിക്ക് സന്തോഷിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തരുന്ന നീതിയുടെ വസ്ത്രം ഞാൻ ധരിക്കേണ്ടതാണെന്നും നീതി പ്രവർത്തികൾ കൊണ്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കി ആ വിരുന്നുശാലയിലേക്കുള്ള ക്ഷണം എപ്പോൾ ലഭിച്ചാലും പോകാൻ തക്കവണ്ണം തയ്യാറെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി, ഇന്നത്തെ വേദഭാഗങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്ന മറ്റൊരു ആത്മീക സത്യം എന്ന് പറയുന്നത്, ഒരു തീർത്ഥാടകനെ ക്രിസ്തു ശിഷ്യനാക്കി തീർക്കുന്ന വൈവിധ്യതയാണ്. ഒരു തീർത്ഥാടകനെ ക്രിസ്തു ശിഷ്യനാക്കി തീർക്കുന്ന വൈവിധ്യത. നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിൻ്റെ ശമരിയിലുള്ള ശക്തമായ ശുശ്രൂഷയെ കാണുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ജനം പീഡന നിമിത്തം ചിതറിപ്പോയപ്പോൾ ശമരിയിലുള്ള ആളുകളുടെ അടുക്കൽ സുവിശേഷം പങ്കുവയ്ക്കുവാനായി ദൈവം ഫിലിപ്പോസിനെ നിയോഗിച്ചു. അങ്ങനെ ശമരിയയിൽ ശക്തമായ ശുശ്രൂഷ ചെയ്ത് അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിച്ചതായിട്ടുള്ള ഫിലിപ്പോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അല്ലയോ ഫിലിപ്പോസെ, നീ ശമരിയയിലുള്ള ശുശ്രൂഷ വിട്ടിട്ട് നീ നേരെ വിജനമായ മരുഭൂമിയിലേക്ക് നീ പോകണം എന്ന് പറയുകയാണ്. അങ്ങനെ ഫിലിപ്പോസ് ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ആ വിജനമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണുന്നത്, യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്നതായ എത്യോപ്യക്കാരൻ ഷണ്ണനെ തേരിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഒരു തീർത്ഥാടകനായി യെരുശലേമിൽ വന്ന് യെരുശലേം ദൈവാലയവും പരിസരവും കണ്ട് അവിടുത്തെ മനോഹാരിത ദർശിച്ച് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നതായ ഈ ഷണ്ണൻ വാസ്തവത്തിൽ അവൻ്റെ ആ തീർത്ഥാടന അനുഭവം അവിടെ കേട്ടറിഞ്ഞതായിട്ടുള്ള ആ യെരുശലേം ദൈവാലയത്തിൻ്റെ പ്രത്യേകതകളും പുതിയ നിയമത്തിനകത്ത് പ്രത്യേകിച്ച് പെന്തക്കോസ് നാളിൽ സംഭവിച്ചതും യേശു ക്രിസ്തുവിൻ്റെ ജീവിതമൊക്കെ സ്തോത്രം അവൻ്റെ മനസ്സിനകത്ത് ജിജ്ഞാസ ഉളവാക്കി ഈ യേശുവിനെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മറ്റൊരാളിൻ്റെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും അനുഭവങ്ങളിലൂടെയല്ല ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ അറിയേണ്ടത്, മറ്റുള്ളവർക്ക് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. മറിച്ച് നമ്മുടെ സ്വന്തം ജീവിത അനുഭവത്തിൽ ഈ യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനുമാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുമ്പോൾ മാത്രമേ ഈ സത്യസന്ദേശത്തെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിനകത്ത് യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതും ഞങ്ങളുടെ കൈ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൻ്റെ സ്തോത്രം അനുഭവങ്ങളല്ല, എൻ്റെ അനുഭവം, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ യേശുവിനെ പങ്കുവയ്ക്കുന്നതെന്ന് യോഹന്നാൻ പറയുകയാണ്. ഈ ഷണ്ണൻ ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിലൂടെ ഈ ഷണ്ണനോട് ഇടപെടുകയും അവൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ക്രിസ്തു ശിഷ്യനായി അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് അവൻ മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. സുവിശേഷത്തിൻ്റെ ഒരു പുതിയ വാതിൽ അവിടെ ഇതാ ഫിലിപ്പോസ് മുഖാന്തരം ഷണ്ണനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ തീർത്ഥാടകനെ ഒരു ക്രിസ്തു ശിഷ്യനാക്കുന്നതിൽ പ്രേരകമായ 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ വിശ്വാസ ജീവിതയാത്രയിൽ ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ഹോളി സ്പിരിറ്റിൻ്റെ അനുനിമിഷവുമുള്ള ഗൈഡൻസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തെ ചൈതന്യത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനായി മാറാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ സ്വന്തം കഴിവുകളിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കും നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല.
എന്നാൽ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ ഗൈഡ് ചെയ്തതുപോലെ നമ്മെയും ഗൈഡ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുന്നു എങ്കിൽ നമ്മുടെ സഭകളെല്ലാം ചൈതന്യമുള്ളതായി മാറും. നമ്മുടെ ദേശത്തുണർവുണ്ടാകും. വൈവിധ്യതകളുടെ നടുവിൽ എത്രമാത്രം മതങ്ങളും വിശ്വാസങ്ങളും പ്രമാണങ്ങളും ഒക്കെ ലോകത്തിൽ ഉണ്ട് എങ്കിൽ തന്നെയും യേശു ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യമായ രക്ഷയും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായ വീണ്ടെടുപ്പും വിടുതലും ദൈവത്തിൻ്റെ ജനം അനുഭവിക്കാനായിട്ടിടയായിത്തീരും എന്ന് ഞാൻ ധൈര്യത്തോടുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന നേതൃത്വവും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹത്തെയാണ് ഇന്നിൻ്റെ ആവശ്യം. മറ്റൊന്നെന്ന് പറയുന്നത്, ഇവിടെ ഈ ഫിലിപ്പോസ് ഷണ്ണന് ദൈവത്തിൻ്റെ വചനത്തെ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവവചനത്തെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു കുറവാണ്. നമ്മുടെ ആരാധനകളും കൂടിവരവുകളുമെല്ലാം ഒരു പാക്കേജാണ്. ഒത്തിരി പരിപാടികൾ കുത്തി നിറച്ച ഒരു പാക്കേജ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമുകളും നിശ്ചിത സമയത്തിനകത്ത് ചെയ്ത് തീർത്ത് നമ്മുടെ കാര്യപരിപാടികൾ അവസാനിപ്പിക്കാനാണ് ഓരോ സൺഡേയിലും കൂടി വരുന്നതും ഓരോ കൂട്ടായ്മകളും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാനോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന എന്തെന്ന് ശ്രദ്ധിക്കാനോ മനസ്സില്ലാതെ നമ്മുടെ ആളുകൾ ഇന്ന് സ്തോത്രം ഒരുപാട് പ്രോഗ്രാമുകൾക്കകത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ താണിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ യഥാർത്ഥമാം വിധം ആത്മാവിൻ്റെ പ്രേരണയോടുകൂടെ സഭകൾക്കകത്ത് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ മാത്രമേ ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് ദൈവവചനത്തിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങൾ സഭയ്ക്കകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിന്യവരും ചിതറിയവരുമായി കാണുന്നു. യേശു കർത്താവ് മർക്കോസ് വിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായി കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത് ഹോളി സ്പിരിറ്റിനാൽ ഗൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരാത്മീക ജീവിതത്തിൻ്റെ അനുഭവം, അതോടൊപ്പം തന്നെ ദൈവവചനത്തിൻ്റെ ശരിയായ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അങ്ങനെ ഇരിക്കുമ്പോൾ അനേക തീർത്ഥാടകർ അതേ ക്രിസ്തു ശിഷ്യരായി മാറാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനിന്ന് നിങ്ങളോട് 3 പ്രത്യേക കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്നാമത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് വൈവിധ്യതകളുടെ നടുവിലെ മതാത്മീകതയാണ്. ദൈവത്തെ നമ്മുടെ പരിമിതിക്കകത്ത് ഒതുക്കാതെ ദൈവത്തെ ലോകത്തെ ചലിപ്പിക്കുന്ന സകലരെയും രൂപാന്തരപ്പെടുത്തുന്ന ഒരു നിത്യ യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കരുണയോടെ നമ്മളെ തിരഞ്ഞെടുക്കുകയും യാതൊരു കരുണയുമില്ലാതെ നമ്മെ തള്ളിക്കളയുകയും ചെയ്യുന്ന, തിരസ്കരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വൈവിധ്യത. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കരുണയോടെ കടാക്ഷിച്ചു. ദൈവം നമ്മുടെ യോഗ്യതകളൊന്നും കണക്കിടാതെ തൻ്റെ ആ സഭയ്ക്കകത്ത് ദൈവം നമ്മളെ ചേർത്തു അവൻ്റെ മക്കളായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്. മൂന്നാമത് ഞാൻ പറഞ്ഞു, സ്തോത്രം, തീർത്ഥാടകനെ ക്രിസ്തു ശിഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള വൈവിധ്യത. ആ അനുഭവത്തിലേക്ക് ലോകം മാറണമെങ്കിൽ 1 ഹോളി സ്പിരിറ്റിനാൽ സഭ നയിക്കപ്പെടണം. 2 ദൈവവചനങ്ങൾ ശരിയായ രീതിയിൽ ഈ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കപ്പെടണം. ഈ 2 കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ സഭകളിലൂടെ സമൂഹത്തിൽ വ്യാപരിക്കുന്നത് കാണാൻ കഴിയും. വൈവിധ്യതകൾ നിറഞ്ഞ ചുറ്റുപാടിൽ ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വാസത്തിൻ്റെ ശക്തീകരണവും വെളിപ്പെടുത്താനായിട്ട് കഴിയും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തനായ ദൈവമേ, അവിടെ അൽഫയും ഒമേഗയുമാണ്. വ്യത്യസ്തമായ രീതിയിൽ ദൈവമേ അവിടുന്ന് തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായൊരു ദൈവം. അവിടെ ഇന്നലെയും ഇന്നും എന്നും അനന്യനായ കർത്താവാണ്. അങ്ങേ ലോകം അറിയണം യഥാർത്ഥ ദൈവമായി. അങ്ങ് ദൈവം യഥാർത്ഥത്തിൽ ഞങ്ങളെ രക്ഷിച്ച മഹാരക്ഷ അറിയണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എല്ലാവരും അറിയാനിടയാക്കണം കർത്താവേ. അവിടെ നിന്ന് അതിനായി ഞങ്ങളെ വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ജയനച്ചൻ.